ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം അടക്കാത്തെരുവ് ഹൈവേ വർക്കിൻ്റെ അപ്ഡേഷനാണ് കാണിക്കാൻ കാണുന്നത്. ഇവിടെയൊക്കെ വാഗാടാണ് വർക്ക് ഏറ്റെടുത്തത്. വാഗാടിനെ പറ്റി പൊതുവേ റോഡ് വീഡിയോ ചെയ്യുന്ന പലർക്കും നല്ലൊരു അഭിപ്രായമല്ല കാണുന്നത്. കാരണം പലർക്കും അവർക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും നല്ല വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട്. ഒരാളെങ്കിൽ നമ്പർ 1 ആണ് ഈ റോഡ് വികസനത്തിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടക്കാത്തൂരിൻ്റെ ഒരു മാറ്റം തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മൾ സർവീസ് റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. പഴയ ഹൈവേ ഉള്ള ഭാഗം കണ്ടില്ലേ, ഈ നടുവിലൂടെയൊക്കെ പാലം പോകുന്നതുകൊണ്ടാണ് ഈ ഭാഗം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്ത് പൈലിംഗ് ഫൗണ്ടേഷൻ അറിയാം, പൈലിംഗ് ഫൗണ്ടേഷൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്. അപ്പം ഇവിടെയൊക്കെ എന്താ തൂണ് വരുന്നുണ്ട് അല്ലേ, പാലത്തിൻ്റെ തൂണായത്. ഗൈസ്, ഈ പച്ച കമ്പി കാണുന്നത് പാലത്തിൻ്റെ തൂണിന് വേണ്ടിയിട്ടുള്ള കമ്പിയാണ്. ഗൈസ്, എൻ്റെ സുഹൃത്തിൻ്റെ കാറിലാണ് ഉള്ളത്. ഇത് അരുൺ എൻജിനീയറാണ്. നിങ്ങൾക്ക് എൻജിനീയറിംഗ് പരമായ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും മൂപ്പരെ ഏൽപ്പിക്കാം. ഇത് പരസ്യം കേട്ടോ, ഇടങ്ങാറായിപ്പോൾ പിന്നെ പണി ധാരാളം കൂടിയിട്ട് ഇടങ്ങാറായിപ്പോൾ അല്ലേ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നേരെ കാണുന്നത് ആ ബിൽഡിങ്ങിലാണ് പാറമ്മൽ സ്കൂള്, വടകര പാറമ്മൽ സ്കൂൾ തന്നെയല്ലേ? യെസ്. അപ്പോൾ അടക്കാത്തൊരു ജംഗ്ഷനാണിത്. ഇത് ഈ റോഡ് നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാ, വില്യാപ്പള്ളി, മേമുണ്ട, വില്യാപ്പള്ളി അങ്ങനെയൊക്കെ പോകാം. പിന്നെ ഇതാ നമ്മളിപ്പോൾ സർവീസ് റോഡ് തന്നെയാണ് ഉള്ളത്. ഗൈസ്, നോക്കൂ നമ്മുടെ വികസനം നോക്കൂ. കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും ഒരുമിച്ച ഒരു വികസനം. 100 വർഷത്തിലൊരിക്കലേ ഇങ്ങനെ ഒരു വികസനം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി ഇതുപോലെ 6 വരി പാത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വികസനം തന്നെ, നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയ വികസനം തന്നെയാണിത്. ഏതായാലും ഏറ്റവും നീളം കൂടിയ ഒരു പാലം നമ്മുടെ മലബാർ ഏരിയയിൽ കടന്നു പോകുന്നത് വടകര തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ ആലുക്കാസ് ജില്ലയിലൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് തലയെടുപ്പോടുകൂടി.